അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ? ഒരു റോസ് ഫ്ലവർ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു തുലിപ്പ് ഫ്ലവർ എന്ന് വേണമെങ്കിൽ പറയാം. തുലിപ്പ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെ പ്രൊനൗൺസ് ചെയ്യണത് എനിക്കറിയില്ല. നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ഒരൊറ്റ സ്റ്റെമ്മും അതിൻ്റെ മുകളിലൊരു പൂവും പിന്നെ രണ്ട് ചെറിയ ഇലകളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഫ്ലവർ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് കത്രിക വേണ്ട ഗൈസ്. കത്രിക വേണ്ട, സ്കെയിൽ വേണ്ട, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം വേണ്ട, ഒരു ഒബ്ജക്റ്റും വേണ്ട. ആകെ വേണ്ടത് ഈ പേപ്പറും നമ്മുടെ കൈകളും. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മടക്കി നോക്കുക. ഇങ്ങനെയാണ് മടക്കേണ്ടത്. ഇത് ഈ ഒരു മടക്കിൽ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഈ മടക്കിൽ ഫോൾഡിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കണ്ടോ, കുഴപ്പമില്ല, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ അവിടെ തന്നെ ഉണ്ടല്ലോ, ഫോണൊന്നുമില്ലല്ലോ, അത് വലിയൊരു കാര്യമല്ലേ. വീഡിയോ അവിടെ തന്നെ ഉണ്ട്, നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണാം, ആരും ചോദിക്കാനും വരില്ല. ഓക്കെ, സെക്കൻഡ് പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കണം. അതാണ് മെയിൻ പണി. അത് കുറച്ച് പണിയാണ്, എന്നാൽ പണിയുമല്ല, ഒരു 50-50 പണിയാണത്. അല്ല, ഒരു 60-40 പണിയാണ്. ഇത് ഒന്നൊന്നിൻ്റെ ഉള്ളിലോട്ടാക്കി വെക്കണം. അത് രണ്ട് സൈഡിലും ഒന്നൊന്നിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ നമ്മൾ ഊതി കൊടുക്കണം. അത് ഊതി കൊടുത്താൽ അത് കുറച്ച് വീർത്ത് വരും. ഒന്ന് ഫുള്ളായിട്ട് ഊതരുത്, നമ്മൾ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഊതാൻ. ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് ആ ഹോളിലോട്ട് ഊതി കൊടുക്കുക. കുറച്ചും കൂടി നല്ല കട്ടിയുള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീർത്ത് വരും കേട്ടോ. ഇതധികം കട്ടില്ലാത്ത പേപ്പറാണ്, അതാണ് ഇതിങ്ങനെ ആയിട്ട് വരുന്നത്. അപ്പം ഇനിയെന്താ, അപ്പം ഇനി ആ ഒരു ഇതളാളൊന്നും മടക്കി കൊടുത്താൽ നമുക്കൊരു പൂവായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്ക് സ്റ്റെമ്മ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെമ്മ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള ഇല്ല ഉണ്ട്, അപ്പോൾ ഞാൻ ഈ റോസ് തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ റോസ് അല്ല ഗ്രീൻ കളറിലുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ വെച്ച് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.